നമുക്ക് ഏത് നിമിഷം നമുക്ക് സെറ്റായിട്ട് ആള് നമുക്ക് കയ്യിൽ അടിച്ചു തരുന്നൊരു സാധനം മരണമാണ്. അപ്പൊ മരണം തന്നെ ഏറ്റവും വലുത് സത്യം. അതാണ് അമ്മ. അതെ, ഇവിടെ ഇപ്പൊ രാവിലെ വന്നിട്ട് 40 രൂപയുടെ ഒരു ഓട്ടോ ഓടിയിട്ട് മരണത്തെ കുറിച്ചിട്ടല്ല, പിന്നെ എന്തിനെ കുറിച്ചിട്ട് മനസ്സിൽ സംസാരിക്കാം. ഒരു മണിയായി. കാണുന്ന സൗന്ദര്യം മുഖത്ത് കാണാൻ അതങ്ങനൊക്കെ കാണാം. അതൊന്നും നമ്മള് ഒരു വെളുപ്പിക്കല് അതൊക്കെ നിങ്ങൾക്ക് തോന്നണം. അതൊക്കെ ഫോണ്ടതാണ്. നമുക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നമ്മൾ ഒരാളെടുത്തും പറഞ്ഞു. നമുക്ക് പടച്ചോന്നൊരു രൂപമുണ്ട്, അതുമായിട്ടാണ് നമുക്ക് മുന്നേ നടക്കുന്നത് അല്ലേ. ആനക്ക് സുഖമില്ല, എന്ത് സൗന്ദര്യം. ഷാനു നീ വിഷമിക്കല്ലേ, നോമ്പ് പിടിച്ചിരിക്കുന്നതല്ലേ, ഹാപ്പി ആയിരിക്കും. നിന്റെ സങ്കടം പടച്ചോൻ കാണുന്നുണ്ട്. ഞാൻ സലീനത്താ, ഞാൻ കൂളാണ്. ഷാൻ ബ്രോ വേണ്ടെന്ന് പറയുന്നത്. നമ്മള് സൗന്ദര്യത്തിലൊക്കെ എന്ത് തേങ്ങയിരിക്കണം. അവർക്ക് വേറെ വണ്ടി, അവർ ബസ്സിൽ തന്നെ പോട്ടെ. ഓന് യദു കൊണ്ടുപോകണമെങ്കിൽ യദു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ യദുവിനെ ഓടിക്കും ഞാൻ ഇവിടുന്ന്. കമ്പനി വേറെ, തേങ്ങ വേറെ. ആ യദുവിനോടൊന്നല്ല എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്. ഇവിടെ കമ്പനി ഫേസ് ഒക്കെ ഓക്കെ, പക്ഷെ സ്റ്റാൻഡിൽ ഇവിടെ വന്നിട്ട് ആ ഒരാൾ രണ്ടാളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ ബുദ്ധിമുട്ടും. ഏതൊരു ദിവസം ഫുള്ളായിട്ട് ചാവിക്കിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും ചിലപ്പോൾ. യദു നല്ല ആരാണെങ്കിലും നമുക്കൊക്കെ തീരെ ഇഷ്ടമല്ലേ ആ പരിപാടി ചെയ്യാൻ പാടില്ല. ആരാണെങ്കിലും അതന്നെ പറഞ്ഞത്. അതാണ് ഓനാ രണ്ടാളെ കയറ്റാറുന്നത്. അത് പോണ വണ്ടി കൈകാട്ടി, അത് രക്ഷയില്ല. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിളിക്കണം നോക്കി നിൽക്കുന്ന അവിടുന്ന് ഒരാളെടുക്കില്ല. എവിടുന്ന് നിങ്ങളിവിടെ എന്തിനാ ഇരിക്കണെന്ന്? നിങ്ങളിവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങളിവിടുത്തെ ഭയങ്കര ആൾക്കാര്. അത് നിങ്ങൾ ചോദിക്കാറ്. അത് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് കയറ്റണം. അത് ശരി. നിങ്ങളിവിടെ കുറെ ആൾക്കാരില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കണില്ല? നമ്മള് പറയില്ല. കാരണം വെച്ചാൽ ഞാൻ പറയില്ല. ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് പറഞ്ഞു. നമുക്ക് ഒരുപാട് ആൾക്കാര് നമ്മള് അവിടെ എവിടെയും കാണുന്ന ടൈമിൽ നമ്മളോട് പറഞ്ഞു ചെങ്ങാ ഈ മാത്രം സംസാരിക്കുക. നമ്മൾ തമ്മിൽ ആ പ്രശ്നം എന്തിനാണ് വെറുതെ അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയില്ല. പക്ഷെ ഞാനാണ് ഗ്യാപ്പെങ്കിൽ ഞാനാളെ ഞാൻ ഇറക്കും. അതിനിപ്പോ എത്ര വലിയ കൊമ്പനായാലും വേണ്ട, അത് വേറെ വിഷയം. അവിടെ നിന്നിട്ട് കൈ കാട്ടി കഴിഞ്ഞാൽ അവരെ മുന്നിൽ എടുക്കുമ്പോ അടുത്തോട്ട് വേറെ അപ്പൊ മനസ്സിലാവും. എന്താണ് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഇതൊക്കെ സംസാരിക്കുമ്പോ നമ്മള്